നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കൂട്ടുതിരുനാൾ മെയ് 4-5 തീയതികളിൽ നമ്മൾ ഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഇടവക മധ്യസ്ഥൻ്റെ കൂട്ടുതിരുനാളിൻ്റെ എല്ലാ ആശംസകളും കൃത്യമായി നേരുന്നു. വിശുദ്ധ ഔസേപ്പിതാവിനെ സ്വർഗം വിശേഷിപ്പിക്കുന്നത്, സുവിശേഷം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. വിശുദ്ധൻ, ദൈവത്തോടൊപ്പം ജീവിച്ചവൻ, സകല നന്മകളാലും അലങ്കൃതൻ എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ അമ്മയോടും ഉണ്ണീശോയോടും തൻ്റെ തൊഴിലിനോടും ആത്മാർത്ഥതയും നീതിയും പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഔസേപ്പിതാവിനെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് കടന്നു നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ഔസേപ്പിതാവിനോട് മാധ്യസ്ഥം യാചിച്ചു കഴിഞ്ഞാൽ ലഭിക്കാത്തതായി ഒന്നുമില്ല എന്നാണ് ഇവരുടെ ജീവിതമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത്. വിശുദ്ധ മറിയത്രേസ്യയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചിട്ട് ഈ സമയം ഞാൻ ഓർക്കുന്നു. പൈശാചിക പീഡകളാൽ ക്ഷീണതയായി അവശയായി ഇരുന്നിരുന്ന വിശുദ്ധ മറിയത്രേസ്യയെ ഔസേപ്പിതാവ് സ്വന്തം തോളിൽ വഹിച്ച് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ രോഗിയായി കഴിഞ്ഞിരുന്ന അവസരത്തിൽ സുഖമാക്കപ്പെടട്ടെ എന്ന ഒറ്റ വാക്കാൽ വിശുദ്ധ ഔസേപ്പിതാവിൽ നിന്നും മറിയത്രേസ്യയ്ക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക പരാധീനതയുടെ നാളുകളിൽ, കഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവ് നേരിട്ട് ഇടപെട്ട് മറിയത്രേസ്യയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വിശുദ്ധ മറിയത്രേസ്യയുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഓരോ അനുഭവങ്ങളാണ്. നമുക്ക് ഈ സമയങ്ങളിൽ നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവകയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ദേശത്തും നമ്മുടെ ജോലി മേഖലകളിലും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥവും സഹായവും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ കൂട്ടുതിരുനാളിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേരുന്നതോടൊപ്പം സ്നേഹവും കൂട്ടായ്മയും ഹൃദ്യതയും ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു.